നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എന്റെ ശ്യാമയോട് കള്ളമൊന്നും പറയാറില്ല. ശ്യാമയോടൊന്നല്ല, ആരോടും ഞാൻ കള്ളം പറയാറില്ല. കള്ളം പറയുന്നത് നല്ല ശീലമല്ല, നല്ല സ്വഭാവമല്ല. അച്ഛനും അമ്മയും അധ്യാപകരും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കള്ളം പറയരുതെന്ന്. അബദ്ധത്തിൽ പോലും കള്ളം പറയരുത്. കള്ളം പറയുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അത് പറയുന്നവർ ഒടുവിൽ വല്ലാതെ വിഷമിക്കും. അതെങ്ങനെയാണെന്ന് ശ്യാമയ്ക്കറിയാവോ? ഒരു കള്ളം പറഞ്ഞു പോയാൽ അത് നിലനിർത്താൻ വേണ്ടി 1000 കള്ളങ്ങൾ വേറെ പറയേണ്ടി വരും. എത്ര കള്ളങ്ങൾ പറഞ്ഞാലും ഒരു കള്ളവും സത്യമാവില്ല. അത് കള്ളമായി തന്നെ നിലനിൽക്കും ജീവിത അവസാനം വരെ. ഞാൻ ശ്യാമയെ സംശയിക്കാറില്ല. അതിന് എന്നെ കൊണ്ടാവില്ല. ഞാൻ ശ്യാമയെ വിശ്വസിക്കുമ്പോ ശ്യാമ എന്നോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. സൗഹൃദത്തിനും സ്നേഹ ബഹുമാനങ്ങൾക്കും അപ്പുറം ഞാനും ശ്യാമയും ഭാര്യ ഭർത്താക്കന്മാരാ. ഞാൻ എന്റെ ജീവിതവും എന്നെ തന്നെയും തന്നിൽ അർപ്പിച്ച പവിത്രമായ താലിയാണിത്. അതാണ് ഈ കഴുത്തി കിടക്കുന്നത്. ഇത് കല്യാണം എന്ന എഗ്രിമെന്റിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടിയൊന്നും തന്റെ കഴുത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നതല്ല. എന്റെ ഹൃദയവും അതിൽ നിറയുന്ന സ്നേഹവുമാണ് ഈ താലിയിൽ ഞാൻ കോർത്തിരിക്കുന്നത്. ഇത് ഞാനും നീയും എന്ന രണ്ടുപേർ നമ്മൾ മാത്രമായി തീർന്നതിന്റെ സിമ്പലാ. വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പല അപ്രിയ സത്യങ്ങളും തുറന്നു പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അകൽച്ചയ്ക്ക് നീളമേറിക്കൊണ്ടേയിരിക്കും. അച്ഛന് എത്രമാത്രം മാനസിക വേദന കാണും. മകളുടെ ഭർത്താവിന്റെ വീട്ടില് ഇങ്ങനെ വേഷം മാറി ജോലി ചെയ്യുമ്പോൾ. എന്റെ അച്ഛൻ വളരെ സത്യസന്ധന. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ആൾമാറാട്ടം നടത്തിയിരിക്കാൻ പറ്റുമോ? വീട്ടിലേക്ക് ഗതികേടോർത്ത് അച്ഛൻ ചെയ്യുന്നതാ. കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണോ അങ്കിളെ? ഇപ്പോ ഒന്നും വേണ്ട മോളെ. പനി മാറിയിട്ടും അങ്കിൾ എന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നത്? പനി മാറിയെന്നോ? പനിയങ്ങ് മുഴുവനായി മാറിയില്ല മോളെ. മാറിയില്ലേ? ഇല്ല. അഭിമാനം കാരണം അച്ഛൻ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ഹിന്ദി. അതുകൊണ്ട് ഞാൻ അച്ഛനെ തിരിച്ചറിഞ്ഞ വിവരം അച്ഛനും അറിയണ്ട. അച്ഛനത് വല്ലാത്ത വേദന ഉണ്ടാക്കും.
അച്ഛൻ്റെ ഈ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്കെൻ്റെ ചങ്ക് പൊട്ടുക. മോളെന്താ ആലോചിക്കുന്നേ? ഞാനെൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചത് അങ്കിള്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത എല്ലാവരും സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ. അച്ഛൻ എന്നെ നോക്കുമ്പോൾ അച്ഛൻ്റെ ഉള്ള പിടയ്ക്കുന്നുണ്ട്. അതെനിക്കറിയാം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് അവളെന്നെ തിരിച്ചറിഞ്ഞ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറണം. മറ്റൊരു വീട്ടിലേക്ക് മാറ്റിത്തരുന്ന കാര്യം ഇന്ന് തന്നെ ഏജൻസി വിളിച്ച് പറയണം. ഇനി ഈ വീട്ടിൽ തുടരാനാവില്ല. മോളെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ കൃഷ്ണ ഭഗവാനെ, കണ്ടില്ല എൻ്റെ അച്ഛൻ്റെ അവസ്ഥ. അച്ഛൻ എത്രയേറെ വേദനിക്കുന്നുണ്ടാവും. എൻ്റെ അച്ഛനെ എനിക്ക് നന്നായി അറിയാം. അച്ഛൻ അച്ഛൻ്റെ അഭിമാനം പണയപ്പെടുത്തി ജീവിക്കില്ല. അതുകൊണ്ട് അച്ഛൻ അഖിൽ സാറിന്റെ സഹായമൊന്നും സ്വീകരിക്കില്ല. എനിക്കാണെങ്കിൽ അച്ഛനോടൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ. ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം അച്ഛനറിഞ്ഞ അച്ഛൻ്റെ മനസ്സ് വേദനിക്കില്ലേ? അച്ഛനാകെ തകർന്നു പോയില്ലേ? എന്റെ അച്ഛനെ കാത്തോളണേ ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.